മലയാളത്തിലേക്ക് ഒരു പുതിയ ചാനൽ കൂടി വരികയാണ്. ബിഗ് ടി വി മലയാളം. ബിഗ് ടി വി മലയാളത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത മാസം അവസാനത്തോടുകൂടി ബിഗ് ടി വി മലയാളം മിഴി തുറക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹൈദരാബാദിൽ നിന്നായിരിക്കും ബിഗ് ടി വി സംപ്രേഷണം ആരംഭിക്കുക എന്നതാണ് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ. ഇത് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണ്. എറണാകുളം കുണ്ടന്നൂരിലെ ഫോക്കസ് മാളിന് എതിർഭാഗത്ത് ബിഗ് ടി വിയുടെ അത്യാധുനിക സ്റ്റുഡിയോയും ഓഫീസും പ്രവർത്തനം ഉടൻ ആരംഭിക്കും. അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിഗ് ടി വിയുടെ ആരെല്ലാമാണ് ബിഗ് ടി വിയുടെ സുപ്രധാന ചുമതലകൾ വഹിക്കുക എന്നതാണ്. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അനിൽ അരൂരാണ് മാനേജിംഗ് ഡയറക്ടറും ഫൗണ്ടറും. അനിൽ അരൂരിനെ കുറിച്ച് കൂടുതൽ മുഖവരകളുടെ ആവശ്യമില്ല. മലയാളക്കരയിൽ AR ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, എക്സ്റ്റൻഡ് റിയാലിറ്റി, AR, VR, XR എന്നിവ മലയാളത്തിൽ നടപ്പിലാക്കിയ അഗ്രഗണ്യനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് അനിൽ അരൂര്. 30 വർഷത്തെ പരിചയ സമ്പത്താണ് അനിൽ അരൂരിന്റെ കൈമുതൽ. ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമ, 24 ഫ്ലവേഴ്സ്, റിപ്പോർട്ടർ ടിവിയിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. ബിഗ് ടി വിയിലും അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ പദവിയിലേക്കാണ് അനിൽ അരൂർ ചുമതലയേറ്റിരിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസമായി ബിഗ് ടി വി അണിയിച്ചൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അനിൽ അരൂര്. ഏറ്റവും അത്യാധുനികമായ ടെക്നോളജി മലയാളക്കരക്ക് സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് അനിൽ അരൂര്. അതുപോലെ മാർക്കറ്റിംഗ്, ദൃശ്യമാധ്യമ രംഗത്തെ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായ പ്ലാനും പദ്ധതിയുമുള്ള വ്യക്തിയാണ് അനിൽ അരൂര്. അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് ഏഷ്യാനെറ്റിലാണ്. ഏഷ്യാനെറ്റിൽ നിന്നും പിന്നീട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് ശ്രീകണ്ഠൻ നായർക്കൊപ്പം മഴവിൽ മനോരമയിലാണ്. മഴവിൽ മനോരമയിൽ അദ്ദേഹം സുപ്രധാനമായ റോളാണ് വഹിച്ചത്. പിന്നീട് 24 ഫ്ലവേഴ്സും തുടങ്ങിയപ്പോൾ അദ്ദേഹം അതിന്റെ സുപ്രധാനമായ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പദവിയിലാണ് അദ്ദേഹം അലങ്കരിച്ചത്. 24 ഫ്ലവേഴ്സ് മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം റിപ്പോർട്ടർ ടി വി റീലോഞ്ച് ചെയ്തപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ പ്രസിഡന്റ് പദമാണ് അദ്ദേഹം അലങ്കരിച്ചത്. എന്നാൽ ആന്റോ അഗസ്റ്റിനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളെയും തുടർന്ന് അനിൽ അരൂര് റിപ്പോർട്ടർ ടി വിയിൽ നിന്നും പടിയിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇത് ഞാൻ പറയുന്നതല്ല, റിപ്പോർട്ടർ ടി വിയിലെ പല മാധ്യമ സുഹൃത്തുക്കൾ നൽകിയ സൂചനകളിൽ നിന്നാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. റിപ്പോർട്ടർ ടി വിയിലെ മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിനുമായി അനിൽ അരൂരിന് പലതരത്തിലുള്ള അസ്വസ്ഥതകളും അതൃപ്തിയും അനിൽ അരൂരിന് ഉണ്ടായിരുന്നു. 24 ന്യൂസിലും അതുപോലെ റിപ്പോർട്ടറിലും അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എടുത്തു പറയേണ്ടതായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ AR, VR, XR സ്റ്റുഡിയോ മലയാളക്കരക്ക്, അതായത് റിപ്പോർട്ടറിലൂടെ അത് നടപ്പിലാക്കിയ വ്യക്തിത്വമാണ് അനിൽ അരൂര്. മികച്ച സംഘാടകനാണ്. എങ്ങനെ ഒരു ചാനൽ റൺ ചെയ്യണം, എങ്ങനെ ഒരു ചാനൽ വിജയിപ്പിക്കണമെന്ന് അനിൽ അരൂരിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും അഗ്രഗണ്യനായ വ്യക്തിയാണ് അനിൽ അരൂര്. അനിൽ അരൂര് റിപ്പോർട്ടർ വിട്ട ശേഷം പിന്നീട് പോയത് സി മലയാളമാണ്. സി മലയാളം അനിൽ അരൂര് ചെല്ലുമ്പോൾ 2ാം സ്ഥാനത്തായിരുന്നു. പ്രോഗ്രാം വിഭാഗത്തിൽ 2ാം സ്ഥാനത്തായ സി മലയാളം പിന്നീട് 5ാം സ്ഥാനത്തേക്കും 6ാം സ്ഥാനത്തേക്കും കൂപ്പുകുത്തുന്ന അവസ്ഥ കണ്ടു. എന്നാൽ അനിൽ അരൂരിന് റിപ്പോർട്ടറിലും അതുപോലെ 24ലും കിട്ടിയ അമിതമായ സ്വാതന്ത്ര്യം സി മലയാളത്തിൽ ലഭിച്ചില്ല. എന്നാൽ സി മലയാളത്തിൽ നിന്ന് കേവലം 1 വർഷം പോലും തികയും മുമ്പ് അദ്ദേഹം പടിയിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അടുത്ത വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വേണു ബാലകൃഷ്ണനാണ്. കൂടുതൽ മുഖവരയുടെ ആവശ്യമില്ല. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനവും ഫീച്ചറുകളും എഴുതിയാണ് വേണു ബാലകൃഷ്ണൻ മാധ്യമരംഗത്തേക്ക് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഏഷ്യാനെറ്റിലെ ന്യൂസ് അവർ ഡിബേറ്റ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റി. ന്യൂസ് അവർ ഡിബേറ്റുകൾ, പ്രത്യേകിച്ച് വേണുവിന്റെ ന്യൂസ് അവർ ഡിബേറ്റുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് ചാനലിൽ അതിഥിയായെത്തുന്ന ഗസ്റ്റുകളോട് അദ്ദേഹം പെരുമാറുന്ന രീതി എടുത്തു പറയേണ്ടതാണ്. അത് ഒരു പ്രത്യേകിച്ച് CPM-നോടോ കോൺഗ്രസിനോടോ BJP-യോടോ ഒരു ഗസ്റ്റിനോടും അദ്ദേഹത്തിന് അമിതമായ ആഭിമുഖ്യമില്ല. എടുക്കുന്ന വിഷയത്തിൽ പക്വതയാർന്ന നിലപാടാണ് വേണു ബാലകൃഷ്ണൻ നടപ്പിലാക്കുന്നത്. പിന്നീട് വേണു ബാലകൃഷ്ണൻ പിന്നീട് പോകുന്നത് മനോരമ ന്യൂസിലേക്കാണ്. മനോരമ ന്യൂസിലെ കൗണ്ടർ പോയിന്റിലൂടെ അദ്ദേഹം വേറെ ശ്രദ്ധ പിടിച്ചു പറ്റി. എന്നാൽ മനോരമ ന്യൂസിലും അധികകാലം അദ്ദേഹം നീണ്ടു നിന്നില്ല. വളരെ കുറച്ചു കാലം മാത്രമാണ് മനോരമയിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. മനോരമയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഡിബേറ്റുകളും അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയും ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിലായിരുന്നു. 2011 റിപ്പോർട്ടർ ടി വി MV നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വീണ്ടും തുടങ്ങിയപ്പോൾ സുപ്രധാന റോൾ മാനേജിംഗ് എഡിറ്റർ പോസ്റ്റോ അതോ എക്സിക്യൂട്ടീവ് എഡിറ്റർ പോസ്റ്റിലേക്കാണ് വേണു ബാലകൃഷ്ണൻ എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ പ്രധാനപ്പെട്ട പരിപാടിയായ എഡിറ്റേഴ്സ് അവർ എന്ന് പറഞ്ഞ പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. വേണു ബാലകൃഷ്ണനും MV നികേഷ് കുമാറും ഒരുമിച്ച് നടത്തിയ ചർച്ചകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് അക്കാലത്ത് UDF സർക്കാരിന്റെ കാലത്ത്
ഏറെ കോളിളക്കമുണ്ടാക്കിയ പല വിവാദ വിഷയങ്ങളിലും വേണു ബാലകൃഷ്ണൻ നിലപാടുകൾ കൊണ്ട് വേണു ബാലകൃഷ്ണൻ എടുത്ത നിലപാടുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. പിന്നീട് അദ്ദേഹം പോയത് മാതൃഭൂമി ന്യൂസിലേക്കാണ്. മാതൃഭൂമി ന്യൂസിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായ ഉണ്ണി ബാലകൃഷ്ണൻ ചീഫ് ഓഫ് ന്യൂസ് ആയിരുന്നു. വേണു ബാലകൃഷ്ണൻ സുപ്രധാനമായ ഒരു റോളാണ് എഡിറ്റോറിയൽ വിഭാഗത്തിൽ മാതൃഭൂമി ന്യൂസിൽ നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടിയായ സൂപ്പർ പ്രൈം ടൈം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റി. പ്രത്യേകിച്ച് 6 ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. 6 ചോദ്യങ്ങളിലൂടെ ആ 1 മണിക്കൂർ ഡിബേറ്റ് അദ്ദേഹം മനോഹരമായി വളരെ നൈപുണ്യത്തോടെ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇടക്കാലത്ത് വെച്ച് വേണു ബാലകൃഷ്ണൻ ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉണ്ണി ബാലകൃഷ്ണൻ രാജിവെച്ച് മാതൃഭൂമി ന്യൂസിൽ നിന്ന് പോയതിനു ശേഷം വേണു ബാലകൃഷ്ണനുണ്ടായ ചില തിക്താനുഭവങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് വേണു ബാലകൃഷ്ണൻ മോശം SMS മെസ്സേജ് അയച്ച് വാട്സപ്പിലൂടെയോ മറ്റോ മോശം മെസ്സേജ് അയച്ചതിനെ തുടർന്ന് ആ വനിതാ മാധ്യമ പ്രവർത്തക വേണു ബാലകൃഷ്ണനെതിരെ MB ശ്രേയാംസ് കുമാർ എന്ന മാതൃഭൂമി ന്യൂസിന്റെ തലവന് റിട്ടേൺ കംപ്ലൈന്റ്, എഴുതപ്പെട്ട ഒരു കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായി. ആ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി ന്യൂസിൽ നിന്നും വനിതാ മാധ്യമ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് വേണു ബാലകൃഷ്ണന് ജോലി തെറിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് കുറച്ച് ചെറിയ ഇടവേളയ്ക്ക് ശേഷം യൂടോക്ക് എന്ന് പറയുന്ന ചാനലിലേക്കാണ് വേണു ബാലകൃഷ്ണൻ പോയത്. അവിടെ PK പ്രകാശ്, അതുപോലെ യൂടോക്കിന്റെ തലവൻ വേണുവിന്റെ സഹോദരൻ കൂടിയായ ഉണ്ണി ബാലകൃഷ്ണൻ ആയിരുന്നു. എന്നാൽ യൂടോക്കിൽ അധികകാലം വേണു ബാലകൃഷ്ണന് നിലയുറപ്പിക്കാനായില്ല. അവിടുത്തെ മാനേജ്മെന്റും അവിടുത്തെ ജീവനക്കാരുമായുള്ള കുറെ പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും, നമുക്കറിയാം ജോബി ജോർജ് എന്ന് പറഞ്ഞ ഗുഡ്വില്ലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമായിരുന്നു യൂടോക്ക്. യൂടോക്കിൽ അധികകാലം വേണുവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. യൂടോക്കിൽ ജോബി ജോർജും അതുപോലെ ജീവനക്കാരുമായുള്ള പ്രശ്നങ്ങളും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന അതൃപ്തിയും മൂലം വേണു ബാലകൃഷ്ണനും ഉണ്ണി ബാലകൃഷ്ണനും VK പ്രകാശും അവിടെ നിന്ന് രാജിവെക്കുകയായിരുന്നു. വേണു ബാലകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിൽ സൂപ്പർ പ്രൈം ടൈം SPT, അതായത് സൂപ്പർ പ്രൈം ടൈം അവതരിപ്പിക്കുമ്പോൾ അക്കാലത്ത് ടാം റേറ്റിംഗ് ആയിരുന്നു. ടാം റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തായിരുന്നു വേണു ബാലകൃഷ്ണൻ നയിക്കുന്ന ചർച്ചകൾ. മറ്റു ചാനലുകളെ ബഹുദൂരം പിന്നിലാക്കാൻ വേണു ബാലകൃഷ്ണന്റെ സൂപ്പർ പ്രൈം ടൈം പോലത്തെ ചർച്ചകൾക്ക് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്റർ സുജയ പാർവതിയാണ്. സുജയ പാർവതിയെ നമ്മൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 2.5 വർഷത്തിലധികമായി റിപ്പോർട്ടർ ടിവിയിൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ പദവി വഹിച്ച വനിതാ മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി. കൈരളി ടിവിയിൽ ട്രെയിനി ജേർണലിസ്റ്റ് ആയിട്ടാണ് സുജയ പാർവതി കരിയർ തുടങ്ങുന്നത്. പിന്നീട് 2009 മുതൽ 2011 വരെ ജീവൻ ടിവിയുടെ ഡൽഹി റിപ്പോർട്ടറായിരുന്നു. 18 വർഷത്തെ പരിചയസമ്പത്ത് സുജയ പാർവതിക്കുണ്ട്. സുജയ പാർവതി ചീഫ് എഡിറ്റർ പദവിയിലേക്കാണെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. ചീഫ് എഡിറ്റർ പദവിയിലേക്ക് എത്തുന്ന മലയാളത്തിലെ ആദ്യ വനിതാ മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി. മറ്റൊരു കാര്യം, സുജയ പാർവതിയുടെ റിപ്പോർട്ടർ ചാനലിലെ അദ്ദേഹത്തിന് വൈകുന്നേരത്തെ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി എടുത്തു പറയേണ്ടതാണ്. പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ പരിപാടിയായിരുന്നു സുജയ പാർവതിയുടെ 4 മണി മുതൽ 6:30 വരെ നീണ്ടു നിൽക്കുന്ന പ്രത്യേക ഷോ. മാത്രമല്ല മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടി എടുത്തു പറയേണ്ടതാണ്. പൊതുവെ വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി. പ്രത്യേകിച്ച് BJPക്കും അതുപോലെ RSSനും അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സുജയ പാർവതിക്കെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്കിങ്ങിന് വിധേയമായ മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി. നമുക്കറിയാം നിലപാടുകളുണ്ടാവും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിലപാടുകളുണ്ടാവും, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇപ്പൊ സ്മൃതി പരുത്തിക്കാട് പ്രത്യേകിച്ച് ആ ചാനൽ ചർച്ചകളിൽ പ്രത്യേകിച്ച് മീറ്റ് എഡിറ്റേഴ്സിൽ UDFനെയും കോൺഗ്രസിനെയും അനുകൂലിക്കുന്ന ഒരു നിലപാടാണ്. ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ന്യൂട്രൽ, ഒരു നിഷ്പക്ഷ നിലപാടെടുക്കുന്ന മാധ്യമ പ്രവർത്തകയാണ്. മറ്റൊരു താരം ഡോക്ടർ അരുൺകുമാർ ആണെങ്കിൽ ഒരു ലെഫ്റ്റ് കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്ന ഒരു മാധ്യമ പ്രവർത്തനാണ്. അതുപോലെ ആന്റോ അഗസ്റ്റിൻ, റിപ്പോർട്ടർ ടിവിന്റെ ഉടമ കൂടിയായ ആന്റോ അഗസ്റ്റിൻ ആണെങ്കിലും ഒരു ലെഫ്റ്റ് CPMനെ അനുകൂലിച്ചുകൊണ്ട് ചാനലിൽ ഡിബേറ്റുകൾ, അതായത് മീറ്റ് എഡിറ്റേഴ്സിൽ നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ജിമ്മി ജെയിംസ് ആവട്ടെ ഒരു നിഷ്പക്ഷ രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോഴെല്ലാം ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന നിലപാടുകൾ ജിമ്മി ജെയിംസ് സ്വീകരിക്കാറുണ്ടെന്നത് വാസ്തവം തന്നെയാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അസോസിയേറ്റ് എഡിറ്ററായ ജോഷി കുര്യനെ കുറിച്ചാണ്. ജോഷി കുര്യനെ കുറിച്ച് കൂടുതൽ മുഖവരയുടെ ആവശ്യമില്ല. 14 വർഷം അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊച്ചി ബ്യൂറോ ചീഫ് ആയിരുന്നു. റോവിംഗ് റിപ്പോർട്ടർ പോലെയുള്ള ശ്രദ്ധേയമായ പല റിപ്പോർട്ടുകളും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. നിരവധി മാധ്യമ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് വേണു ബാലകൃഷ്ണനായാലും ഈ പറയുന്ന സുജയ പാർവതി ആയാലും ജോഷി കുര്യനായാലും. ജോഷി കുര്യൻ ഏഷ്യാനെറ്റിലേക്ക് എത്തും മുമ്പ് മനോരമ ന്യൂസിലായിരുന്നു. മനോരമ ന്യൂസിന്റെ കൊച്ചി റിപ്പോർട്ടറായിരുന്നു. മനോരമ ന്യൂസിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ചില പത്രങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. ജോഷി കുര്യൻ മികച്ച ഒരു റിപ്പോർട്ടറാണെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ പല റിപ്പോർട്ടുകളും
അധികാര കേന്ദ്രങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള സ്ഥലത്ത് നിന്ന് നിരവധി ക്രൈം വാർത്തകൾ, നിരവധി സ്ഫോടനാത്മകമായ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരാൻ ജോഷി കുര്യന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജോഷി കുര്യന്റെ ഒരു പ്രസൻസ് എന്തുകൊണ്ടും ബിഗ് ടി വിക്ക് മുതൽക്കൂട്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. കനത്ത ശമ്പളമാണ് ഈ പറയുന്ന വേണു ബാലകൃഷ്ണനും സുജയ പാർവതിക്കും അതുപോലെ ജോഷി കുര്യനും ബിഗ് ടി വി അനിൽ അരൂർ നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപർണ കുറുപ്പിനെ കുറിച്ചാണ്. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, ന്യൂസ് 18 തുടങ്ങിയ ചാനലുകളിൽ പ്രവർത്തിച്ച പ്രതിഭാശാലിയായ മാധ്യമപ്രവർത്തകയാണ് അപർണ കുറുപ്പ്. മികച്ച അവതാരകയാണ്, നിലപാടുള്ള ജേർണലിസ്റ്റാണ്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ ആനുകാലിക സംഭവങ്ങളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ അവർ കുറിക്കാറുമുണ്ട്. പ്രത്യേകിച്ച് ചില വിഷയങ്ങളിൽ നമുക്കറിയാം, നടൻ വിനായകൻ അപർണ കുറുപ്പിനെതിരെ പരസ്യമായി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഏറെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വ്യാപകമായ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. ഇടക്കാലത്ത് വെച്ച് മാതൃഭൂമി ന്യൂസിൽ നിന്നും അവർ ലീവ് എടുത്ത് ന്യൂസിലൻഡിൽ പഠിക്കാനും പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഭാഷ അവരുടെ ഒരു കൈമുതലാണ്. ഇംഗ്ലീഷ് ഭാഷ അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ പദവിയിലേക്കാണ് അപർണ കുറുപ്പിനെ അനിൽ അരൂർ നിയമിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വേണു ബാലകൃഷ്ണനാട്ടെ ന്യൂസ് ഡയറക്ടർ പോസ്റ്റിലേക്കാണ് അനിൽ അരൂർ വേണു ബാലകൃഷ്ണനെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലക്ഷ്മി പത്മയെ കുറിച്ചാണ്. ലക്ഷ്മി പത്മ ഇന്ത്യ വിഷനിലൂടെയാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോയി. ഏഷ്യാനെറ്റ് ന്യൂസിൽ അവർ വർഷങ്ങളോളം വർക്ക് ചെയ്തു. പിന്നീട് അവർ ഫോർത്ത് ഇടക്കാലത്ത് വെച്ച് ഒരു 1.5-2 വർഷത്തിന് ശേഷം ആഭ്യന്തര പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ക്രൈസിസും മൂലം ഫോർത്ത് അടച്ചുപൂട്ടുന്ന വക്കിലാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ആക്റ്റീവായിട്ടുണ്ട്. കുറച്ച് ജേർണലിസ്റ്റുകൾ അവിടെ ജോയിൻ ചെയ്തുകൊണ്ട് വീണ്ടും ഫോർത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സംസ്ഥാന മാധ്യമ അവാർഡുകൾ പോലും നേടിയ വ്യക്തിയാണ് ലക്ഷ്മി പത്മ. മികച്ച അവതാരകയാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു ബഹുമുഖ മാധ്യമ പ്രവർത്തകയാണ് ലക്ഷ്മി പത്മ. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ 10 ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിലും പറഞ്ഞതാണ് ഡോക്ടർ പ്രസാദ് കുമാർ. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവൻ, അതായത് ബിഗ് ടി വിയുടെ SIT എന്ന് പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനാണ് ഡോക്ടർ പ്രസാദ് കുമാർ. അമൃത TV, ഏഷ്യാനെറ്റ് ന്യൂസ്, മാതൃഭൂമി ന്യൂസ് തുടങ്ങിയ ചാനലുകളിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമാണ് പ്രസാദ് കുമാറിന്റെ കൈമുതൽ. പ്രസാദ് കുമാർ ആയിരിക്കും ബിഗ് ടി വിയുടെ അന്വേഷണാത്മക റിപ്പോർട്ടുകളും എക്സ്ക്ലൂസീവുകളും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസുകളും ഇതിന്റെ എല്ലാം ചുമതല വഹിക്കുന്നത് പ്രസാദ് കുമാറാണ്. പ്രസാദ് കുമാർ കഴിഞ്ഞ മാസം ബിഗ് ടി വിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഒരു മികച്ച ഒരു ജേർണലിസ്റ്റ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇനി നമ്മൾ എടുത്തു പറയാൻ പോകുന്നത് മറ്റു ചാനലുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കാണ്. റിപ്പോർട്ടർ TV, 24 ന്യൂസ്, മീഡിയ 1, അതുപോലെ ന്യൂസ് മലയാളം, മാതൃഭൂമി എന്നിവിടങ്ങളിൽ നിന്നും നിരവധി ജേർണലിസ്റ്റുകളും ടെക്നിക്കൽ സ്റ്റാഫുകളും സാങ്കേതിക പ്രവർത്തകരും വിഷ്വൽ എഡിറ്റേഴ്സും അതുപോലെയുള്ള ഓഡിയോ എഞ്ചിനീയർമാരെല്ലാം ഇതിനകം രാജിവെച്ച് കഴിഞ്ഞു. ഇനിയുള്ള ആഴ്ചകളിലും നിരവധി പേർ ഈ പല ചാനലുകളിൽ നിന്നും രാജിവെക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് പല മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ നോട്ടീസ് പീരീഡിലാണ്. ഈ പറയുന്ന റിപ്പോർട്ട് 24-ലും മീഡിയ 1-ലും ന്യൂസ് മലയാളത്തിലും മാതൃഭൂമിയിലുമുള്ള നിരവധി ജേർണലിസ്റ്റുകൾ നോട്ടീസ് പീരീഡിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നോട്ടീസ് പീരീഡ് പൂർത്തിയാക്കിയാൽ അവർ സ്വാഭാവികമായിട്ടും ഫെബ്രുവരി 2-നോ അല്ലെങ്കിൽ ഫെബ്രുവരി 5-നകം അവർ ജോയിൻ ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചകൾ മുമ്പ് നടന്ന ഇന്റർവ്യൂ നിരവധി പേർ, 100 കണക്കിന് പേരാണ് ഇന്റർവ്യൂവിൽ ബിഗ് ടി വിയിൽ എത്തിയത്. അതിൽ നിന്നും നിരവധി പേർക്ക് ഓഫർ ലെറ്ററുകൾ അയച്ചു കഴിഞ്ഞു. മികച്ച ഓഫറാണ്. അതായത് 70% സാലറി ഇൻക്രിമെന്റ്, ഇപ്പൊ നിലവിൽ കിട്ടുന്നതിനേക്കാൾ 70-80% സാലറി ഇൻക്രിമെന്റോട് കൂടിയാണ് അനിൽ അരൂർ മാധ്യമ പ്രവർത്തകരെ ബിഗ് ടി വിയിലേക്ക് എടുത്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. റിപ്പോർട്ടർ ടിവിയിൽ നിന്നും ഇനിയും നിരവധി പേർ രാജിവെക്കുമെന്നാണ് സൂചന. കാരണം റിപ്പോർട്ടർ ടിവിയെ ഈ നിലക്കാക്കിയത്, അതായത് ഈ ഇപ്പോഴത്തെ നിലവിൽ 1 വർഷം കൊണ്ട് റിപ്പോർട്ടർ TV 1-ാം സ്ഥാനത്തെത്തി, പിന്നീട് 2-ാം സ്ഥാനത്തെത്തി. ഇപ്പോൾ ബാക്ക് റേറ്റിംഗിൽ കഴിഞ്ഞ കുറച്ചു കാലമായി റിപ്പോർട്ടർ TV 2-ാം സ്ഥാനത്താണ്. ഇടക്ക് ചില സമയങ്ങളിൽ റിപ്പോർട്ടർ TV ഏഷ്യാനെറ്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് 1-ാം സ്ഥാനത്ത് എത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനിയും നിരവധി പേർ രാജിവെക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം വിഷ്വൽ എഡിറ്റേഴ്സും ഗ്രാഫിക്സ് ആർട്ടിസ്റ്റുകളും അതുപോലെ ടെക്നിക്കൽ സ്റ്റാഫ് എല്ലാം ഇനിയും റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള മറ്റ് ചാനലുകളിൽ നിന്നും രാജിവെക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 1-ാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് പോലും നിരവധി ജേർണലിസ്റ്റുകൾ രാജിവെച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ നിന്നും അതുപോലെ കോഴിക്കോടിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും അവരുടെ ഡെസ്കിൽ നിന്നെല്ലാം കുറെ ജേർണലിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ബിഗ് ടി വിയുടെ ഭാഗമായി കഴിഞ്ഞു. എന്തായാലും ഒരു മികച്ച ചാനൽ യുദ്ധം പ്രതീക്ഷിക്കാം. 1.5 വർഷം മുമ്പ് തുടങ്ങിയ ന്യൂസ് മലയാളത്തിൽ നിന്നും നിരവധി പേർ
രാജിവെക്കുന്നുണ്ട്. രാജി ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 30ഓളം പേർ ജേർണലിസ്റ്റുകളും ടെക്നിക്കലും ക്യാമറയും ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ നിന്നും രാജിവെച്ചു. മാതൃഭൂമി ന്യൂസിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. മീഡിയ വണ്ണിന്റെ കാര്യവും വ്യത്യസ്തമല്ല. മീഡിയ വണ്ണിൽ നിന്നും നിരവധി പേർ 24ലേക്കും അതുപോലെ ബിഗ് ടിവിയിലേക്കും അതുപോലെ മനോരമ ന്യൂസിലേക്കൊക്കെ പോയി കഴിഞ്ഞു. ഇനിയും നിരവധി പേർ പോകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കനത്ത സാലറി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കനത്ത സാലറിയാണ് ബിഗ് ടിവി ഓഫർ ചെയ്യുന്നത്. ഇരട്ടി ശമ്പളം, 70 മുതൽ 2 ഇരട്ടി ശമ്പളമാണ് പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും ഇരട്ടി ശമ്പളത്തിലാണ് ബിഗ് ടിവി ഓഫർ ചെയ്യുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതുപോലെ 2 ആഴ്ചക്ക് മുമ്പ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടന്നിരുന്നു. കൊച്ചിയിലെ പല മാധ്യമ സ്കൂളിൽ നിന്ന് ഒന്ന് പറയുകയാണെങ്കിൽ കേരള മീഡിയ അക്കാദമി, കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള മീഡിയ അക്കാദമി, മാതൃഭൂമി മീഡിയ സ്കൂള്, അതുപോലെ തേവര കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ക്യാമ്പസ് സെലക്ഷനിൽ നിരവധി ട്രെയിനി ജേർണലിസ്റ്റുകളെ ബിഗ് ടിവി എടുത്തു കഴിഞ്ഞു. ഇനിയും നിരവധി പേർ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകൾ നയിച്ചത് ലക്ഷ്മി പത്മ, ജോഷി കുര്യൻ, അപർണ കുറുപ്പ്, അതുപോലെ വേണു ബാലകൃഷ്ണൻ തുടങ്ങിയ ബിഗ് ടിവിയുടെ മുതിർന്ന ജേർണലിസ്റ്റുകളായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മാതൃഭൂമിയുടെ മീഡിയ സ്കൂൾ, കാലൂരിൽ പ്രവർത്തിക്കുന്ന മീഡിയ സ്കൂളിൽ നിന്നും, കാക്കനാട് പ്രവർത്തിക്കുന്ന കേരള മീഡിയ അക്കാദമിയിൽ നിന്നും, അതുപോലെ തേവര കോളേജിൽ നിന്നും, എറണാകുളം തേവര കോളേജിലെ മീഡിയ ജേർണലിസം സ്കൂളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ ഉടൻ തന്നെ വൈകാതെ ജോയിൻ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഒരു വലിയ ചാനൽ യുദ്ധത്തിനാണ് കേരളം സാക്ഷിയാവാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നിരവധി ചാനലുകൾ, 10ഓളം മലയാളം ചാനലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 11ാമത്തെ ചാനലായാണ് ബിഗ് ടിവി വരുന്നത്. ബാക്ക് റേറ്റിംഗിൽ എങ്ങനെയെങ്കിലും അവർ ഒരു വർഷത്തിനകം 6 മാസമോ 1 വർഷത്തിനകമോ തന്നെ അവർ 1ാം സ്ഥാനം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വരുന്നത്. അതിന് പിന്നിൽ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നത് അനിൽ അരൂരാണ്. പ്രത്യേകിച്ച് അനിൽ അരൂരിന് കളി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കളിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. കാരണം അദ്ദേഹം 30 വർഷത്തോളം മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന അതിന്റെ കൈമുതൽ അദ്ദേഹത്തിനുണ്ട്. പരിചയസമ്പന്നനായ ഒരു മാധ്യമ വ്യക്തിയാണ്, മാധ്യമ പ്രവർത്തകനാണ് അനിൽ അരൂർ. നിരവധി സ്ഥാപനങ്ങളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് അനിൽ അരൂരിന്റെ കൈമുതൽ. അതുകൊണ്ട് കൂടുതൽ ജേർണലിസ്റ്റുകളും സാങ്കേതിക പ്രവർത്തകരും വീഡിയോ എഡിറ്റേഴ്സും ക്യാമറമാരും ടെക്നിക്കൽ സ്റ്റാഫും ഇനിയും മാർക്കറ്റിംഗ് സ്റ്റാഫുകളും ഇനിയും ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് തന്നെ 15ഓളം മാർക്കറ്റിംഗ് സ്റ്റാഫാണ് ഒരുമിച്ച് കൊഴിഞ്ഞുപോയത്, ഈ ബിഗ് ടിവിയുടെ ഭാഗമായത്. ഇനിയും പല സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി മാധ്യമപ്രവർത്തകരും അതുപോലെ അണിയറ പ്രവർത്തകരും, അതായത് സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും സ്ക്രീനിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ബിഗ് ടിവിയുടെ ഭാഗമാവുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരളം ഇനി കാത്തിരിക്കുക. പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷൻ ഇനി 2.5-3 മാസം മാത്രമേ കാലമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മികച്ച രീതിയിലുള്ള ഒരു ടീമിനെയാണ് ബിഗ് ടിവി ഒരുക്കുന്നത്. എന്തായാലും കനത്ത രീതിയിൽ ഒരു ശക്തമായ മത്സരത്തിനാണ് കേരളം സാക്ഷിയാകാൻ പോകുന്നത്. എന്നാൽ കാര്യങ്ങൾ നമുക്ക് കാത്തിരിക്കാം. അനിൽ അരൂരിനെ പോലുള്ള പ്രതിഭാശാലിയുടെ നേതൃത്വം എങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഭൂരിഭാഗം ജീവനക്കാരും ഫെബ്രുവരി 2-ന് ശേഷം ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ജീവനക്കാരുടെ ഓറിയന്റേഷൻ ക്യാമ്പ് കൊച്ചിയിൽ വെച്ച് നടത്താൻ അനിൽ അരൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഓറിയന്റേഷൻ ക്യാമ്പിൽ കേരളത്തിലെ പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും അതുപോലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരായ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഫെബ്രുവരിയിൽ ഉണ്ടാകും. കൊച്ചിയിലെ ഏതെങ്കിലും പ്രമുഖ ഹോട്ടലിൽ വെച്ച് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചാനലിന്റെ ലോഞ്ച് ഫെബ്രുവരി അവസാനമോ അല്ലെങ്കിൽ മാർച്ച് ആദ്യവാരമോ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ കൊച്ചിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കൊച്ചിയിൽ നിന്ന് ചിലപ്പോൾ സംപ്രേഷണം ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹൈദരാബാദിലെ ബിഗ് ടിവിയുടെ ആസ്ഥാനത്ത് വെച്ചായിരിക്കും. കാരണം ബിഗ് ടിവിക്ക് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ശക്തമായ വേരോട്ടമുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് ഹൈദരാബാദിലോ ചിലപ്പോൾ തെലങ്കാനയിലോ ഉള്ള അവരുടെ ഓഫീസ് സ്റ്റുഡിയോയിൽ വെച്ചായിരിക്കും അതിൻ്റെ ലോഞ്ചിങ് ഉണ്ടാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഓറിയന്റേഷൻ ക്യാമ്പ്, ജീവനക്കാർക്കുള്ള ഓറിയന്റേഷൻ ക്യാമ്പ് ഫെബ്രുവരി ആദ്യ വാരമോ 2ാം വാരമോ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.